ദീർഘകാലത്തെ ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷം ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചത് ആഗോള വ്യാപാര ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായി അടയാളപ്പെടുത്തുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രിട്ടൻ സന്ദർശനത്തിനിടെ നടന്ന ഈ ഒപ്പുവെക്കൽ ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയ ഊർജം പകരുമെന്നത് മാത്രമല്ല, ലോക സാമ്പത്തിക ഭൂപടത്തിൽ പുതിയ സമവാക്യങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും. ബ്രെക്സിറ്റിന് ശേഷം ബ്രിട്ടൻ ഒപ്പുവെക്കുന്ന ഏറ്റവും വലിയ വ്യാപാര കരാറുകളിൽ ഒന്നാണിത്. അതേസമയം ഒരു വികസിത രാജ്യവുമായി ഇന്ത്യ ഒപ്പുവെക്കുന്ന ഒരു ദശാബ്ദത്തിനിടയിലെ ആദ്യത്തെ കരാർ എന്ന നിലയിലും ഇതിന് വലിയ പ്രാധാന്യമാണ് നിലനിൽക്കുന്നത്. ഈ കരാറിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക വ്യാപാരം നിലവിലുള്ള 34,000 കോടി ഡോളറിൽ നിന്ന് ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2030 ആകുമ്പോഴേക്കും ഈ വ്യാപാരം 120 ബില്യൺ ഡോളറായി ഉയർത്താനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. ഇത് കേവലം അക്കങ്ങളുടെ വർധനവ് മാത്രമല്ല, നേരെ മറിച്ച് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ജീവിത നിലവാരം ഉയർത്താനും സഹായിക്കുന്ന ഒന്നാണ്. പ്രധാനമന്ത്രി മോദി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഊന്നി പറഞ്ഞതുപോലെ ഈ കരാർ ഇന്ത്യയിലെ യുവാക്കൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, ചെറുകിട സംരംഭകർ എന്നിവർക്ക് വലിയ നേട്ടമാകും. ബ്രിട്ടീഷ് വിപണിയിലേക്കുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കടന്നുകയറ്റം പുതിയ അവസരങ്ങൾ തുറക്കും. തുണിത്തരങ്ങൾ, പാദരക്ഷകൾ, ആഭരണങ്ങൾ, സമുദ്ര ഉൽപ്പന്നങ്ങൾ, എഞ്ചിനീയറിംഗ് ചരക്കുകൾ, ഇന്ത്യൻ കാർഷിക വിളകൾ എന്നിവയ്ക്കെല്ലാം ബ്രിട്ടീഷ് വിപണിയിൽ വലിയ സാധ്യതകളാണ് തുറന്നു കിട്ടിയിരിക്കുന്നത്. മറുവശത്ത് ബ്രിട്ടീഷ് നിർമ്മിത ഉൽപ്പന്നങ്ങളായ വൈദ്യ ഉപകരണങ്ങൾ, എയ്റോസ്പേസ് പാർട്ടുകൾ, വിസ്കി, കാറുകൾ തുടങ്ങിയ കുറഞ്ഞ വിലയിൽ ഇന്ത്യൻ വിപണിയിൽ ലഭ്യമാവുകയും ചെയ്യും. ഇത് ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാകുമെന്ന ഗുണവും നൽകുന്നുണ്ട്. ഈ കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത താരിഫ് ഇളവുകളാണ്. ഇന്ത്യ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യുന്ന 99% ചരക്കുകൾക്കും ഇനി ബ്രിട്ടനിൽ ഇറക്കുമതി നികുതി ഇല്ല എന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമെന്നത്. ലെതർ ഉൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ, പാദരക്ഷകൾ തുടങ്ങിയ ഇറക്കുമതി ചെയ്യുമ്പോൾ ബ്രിട്ടൻ പൂർണ്ണമായി ചുങ്കം ഒഴിവാക്കുകയോ കാര്യമായ ഇളവുകൾ നൽകുകയോ ചെയ്യും. ഇത് ഇന്ത്യൻ നിർമ്മാതാക്കൾക്ക് വലിയ പ്രോത്സാഹനമാണ്. അതുപോലെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചുമത്തിയിരിക്കുന്ന ശരാശരി ഇറക്കുമതി നികുതി 15% നിന്ന് 3% കുറയും. ഇത് ബ്രിട്ടന്റെ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി 60% ഉയർത്താൻ സഹായിക്കുമെന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ വ്യക്തമാക്കിയത്. ഇറക്കുമതി ചുങ്കം കുറയുന്നത് വ്യാപാര ചെലവ് കുറയ്ക്കുകയും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് ഇരു രാജ്യങ്ങളിലെയും വ്യവസായങ്ങൾക്ക് കൂടുതൽ നിക്ഷേപം ആകർഷിക്കാൻ സഹായിക്കുന്നതാണ്. ഈ കരാർ ഒപ്പുവെക്കുന്നത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ താരിഫ് ഉയർത്തുന്ന സാഹചര്യത്തിലാണ് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ആഗോളതലത്തിൽ സംരക്ഷണ നയങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ താരിഫിൽ വിട്ടുവീഴ്ച ചെയ്ത് ഒരു കരാറിലെത്താൻ കഴിഞ്ഞതും വലിയ നയതന്ത്ര വിജയമാണ്. ഈ കരാർ ഇരു രാജ്യങ്ങളിലും ഒട്ടേറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താരിഫ് ഇളവുകൾ വ്യാപാരത്തിന് ഉണർവ് നൽകുന്നതിലൂടെ കൂടുതൽ കമ്പനികൾ പുതിയ നിക്ഷേപങ്ങൾ നടത്താനും വികസിക്കാനും ഉള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. IT മേഖല നോക്കിയാൽ ഇന്ത്യൻ IT പ്രൊഫഷണലുകൾക്ക് ബ്രിട്ടനിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. ജുവലറി, ചെരുപ്പ്, തുണിത്തരങ്ങൾ എന്നീ മേഖലകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ബ്രിട്ടീഷ് വിപണിയിൽ ഡിമാൻഡ് വർദ്ധിക്കുന്നതിലൂടെ ഇന്ത്യയിൽ കൂടുതൽ ഉൽപ്പാദന യൂണിറ്റുകൾക്കും തൊഴിലുകൾക്കും വഴിയൊരുങ്ങും. സമുദ്രോൽപ്പന്നങ്ങൾ, കാർഷിക വിളകൾ എന്നീ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ വിപണി ലഭിക്കുന്നതോടെ കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും നേട്ടമുണ്ടാകും. അതുപോലെ എഞ്ചിനീയറിംഗ്, നിർമ്മാണ മേഖലയിൽ ഇരു രാജ്യങ്ങളിലെയും ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ആവശ്യം വർദ്ധിക്കുന്നതിലൂടെ ഈ മേഖലകളിലും തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. ഇന്ത്യൻ കമ്പനികളിലെ ജീവനക്കാരെ ബ്രിട്ടനിലേക്ക് അയക്കുമ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി ചെലവ് ഇനി ഉണ്ടാകില്ല എന്നതും വലിയൊരു ആശ്വാസമാണ്. ഇത് ഇന്ത്യൻ കമ്പനികളുടെ അധിക ചെലവ് കുറയ്ക്കുകയും ബ്രിട്ടനിലെ അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ലാഭകരമാക്കുകയും ചെയ്യും. നിലവിൽ ഇന്ത്യയിലെ 6ാമത്തെ വലിയ നിക്ഷേപ രാജ്യമാണ് ബ്രിട്ടൻ എന്നത്. അവരുടെ മൊത്തം നിക്ഷേപം ഏകദേശം 36 ബില്യൺ ഡോളറാണ്. 1000-ലധികം ഇന്ത്യൻ കമ്പനികളാണ് ബ്രിട്ടനിൽ പ്രവർത്തിക്കുന്നത്. ഈ കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കൂടുതൽ നിക്ഷേപം ആകർഷിക്കാനും ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനും സഹായിക്കും. ബ്രിട്ടനിലേക്കുള്ള ഇന്ത്യയുടെ നിലവിലെ കയറ്റുമതി 14.5 ബില്യൺ ഡോളറാണ്. ഇറക്കുമതി 8.6 ബില്യൺ ഡോളറും. പുതിയ കരാറോടെ ഈ കണക്കുകളിൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല ബന്ധത്തിന്റെ ആഴം ഈ സാമ്പത്തിക സഹകരണത്തിലൂടെ കൂടുതൽ ദൃഢമാകും. ഇന്ത്യ ബ്രിട്ടൻ FTA കേവലം ഒരു വ്യാപാര കരാർ മാത്രമല്ല, ഇത് ആഗോള സാമ്പത്തിക രംഗത്ത്, പ്രത്യേകിച്ചും ബ്രെക്സിറ്റിനു ശേഷമുള്ള ലോകത്ത് ബ്രിട്ടന്റെ പുതിയ നിലപാടുകളുടെയും ഇന്ത്യയുടെ വളർന്നുവരുന്ന സാമ്പത്തിക ശക്തിയെയും അടയാളപ്പെടുത്തുന്നുണ്ട്.
അമേരിക്ക പോലുള്ള വലിയ സാമ്പത്തിക ശക്തികൾ സംരക്ഷണവാദ നയങ്ങൾ സ്വീകരിക്കുമ്പോൾ സ്വതന്ത്രവും തുറന്നതുമായ വ്യാപാര ബന്ധങ്ങൾക്ക് ഊന്നൽ നൽകുന്ന ഈ കരാർ ഒരു ബദൽ മാതൃകയായി കണക്കാക്കാം. ഈ കരാർ ഇരു രാജ്യങ്ങൾക്കും സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയും തൊഴിലവസരങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ഒരു ചരിത്രപരമായ നീക്കമാണ്. വരും വർഷങ്ങളിൽ ഇത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന്, ആഗോള വ്യാപാരത്തിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരികയെന്നും ഇനി വരും നാളുകളിൽ കണ്ടറിയാം.